ഉണ്ട്. പക്ഷെ എന്താ പറയാ, ഞാൻ നാട്ടിൽ പോകണോ, അതായത് അടിക്കുന്നുണ്ട്. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ കണ്ടില്ലേ, നമ്മൾ 2 ആഴ്ച മുമ്പ് മൂടിയിട്ട വണ്ടി ഇന്ന് തുറക്കണം കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇത് കവറിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ നമുക്കിതിൻ്റെ കവറൊക്കെ മാറ്റിയിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബാറ്ററി ഇറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്, കാരണം 2 ആഴ്ചയല്ലേ അപ്പോൾ നമ്മൾ മൂടിയിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബാറ്ററി ഒന്നും ഇറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും കവറൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി. 2 ആഴ്ച നിർത്തിയിട്ടെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ, വണ്ടി സ്റ്റാർട്ടായി. അങ്ങനെ ചെങ്കള നമ്മൾ വണ്ടി കുറേ 2 ആഴ്ചത്തെ മുകളിലോളം നമ്മൾ നിർത്തിയിട്ടേന്ന് വണ്ടി ഇപ്പോൾ എടുത്തിട്ടോ. നമ്മളെ കമ്പനിയിൽ നിന്ന് കൊടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാളെ ലിബിയിൽ പോകും കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ ലിബിയിൽ പോവും. അപ്പോൾ ഇനി 2 ആഴ്ച ലിബിയിലുള്ള വീട്ടിലോട്ട് പോണത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടി എന്താ വെച്ചാൽ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇത് വെയിലത്ത് നിർത്തി ഇനിയിപ്പോൾ 2 ആഴ്ചയോളം ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഗ്യാരേജൊക്കെ എടുത്തിടണം. പിന്നെ ഇനിയിപ്പോൾ ഇത് ഇപ്പോൾ അടുത്തൊന്നും ഷാർട്ടാക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഫുള്ള് ഇതായിട്ടാണ്ട് ഓടാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്നും നാളെ ഇതായിട്ടാണ്ട് ഓടിയിട്ട് നാളെ ഗ്യാരേജ് കണ്ടിട്ടും പിന്നെ ലിബിയിൽ നിന്ന് വന്നിട്ട് പിന്നെ ഇനി ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ടു കേട്ടോ. അങ്ങനെയാണ് ബോസിൻ്റെ ഓർഡർ. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വിട്ടാം കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തോ ബോസ് വിളിച്ചിട്ടുണ്ട്, എന്തോ ലെക്സസിൽ എന്തോ എയർ കമ്മി എന്തോ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നേരെ നമുക്ക് വീട്ടിൽ പോയിട്ട് സാധനമൊക്കെ നോക്കിയിട്ട് ഇറക്കിയിട്ട് എന്താ നോക്കട്ടോ. നമ്മളെ പിക്കപ്പ് ഇവിടെ എടുക്കുന്നുണ്ട്. നമ്മൾ നേരെ നമ്മളെ ലെക്സസ് എടുത്തിട്ട്, ലെക്സസിൽ എന്തോ എയർ കുറവുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ലെക്സസ് എടുത്തിട്ട് പോകണം കേട്ടോ എയർ അടിക്കാൻ. അതിന് മുമ്പായിട്ട് തന്നെ നിസാൻ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്തിടാം. സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ തന്നെ പെട്രോൾ ഇല്ല കേട്ടോ, പെട്രോൾ അടിക്കണം. നേരെ ഉള്ളിലോട്ട് കയറുന്നു. യെസ് യെസ്, പുഷ് ബട്ടണിലൂടെയാണ് വരുന്നത്. യെസ്, ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. നൈസായിട്ടുള്ളൊരു സ്റ്റാറിങ് ആണ്, ചെറിയൊരു സ്റ്റാറിങ് ആണ്. നല്ല അടിപൊളിയാണ്, നല്ല ഹാൻഡ്ലിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഓടിക്കാനും പിടിക്കാനൊക്കെ നല്ല സ്മൂത്താണ്. എന്തായാലും ഒന്ന് കുറച്ച് നേരം നമുക്കൊന്ന് ഹീറ്റ് ആവുകളൊന്ന് ഹോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വണ്ടി ഹീറ്റായിട്ടുണ്ട്. നേരെ റിവേഴ്സ് കിട്ടുന്നു. നല്ല എന്താ സ്റ്റാറിങ് ഒക്കെ നല്ല അടിപൊളിയല്ലേ. അപ്പം ഇനി നേരെ നമുക്ക് പമ്പിൽ പോയിട്ട് എയർ അടിക്കട്ടോ. അപ്പം അതിനായിട്ട് നേരെ നമുക്ക് പമ്പ് വിടാം. ഓ യെസ് യെസ് യെസ്, സോറി ഡിയർ, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കിടന്ന് അടിച്ചു കൊടുക്കുന്നത്. എനിവേ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പമ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഇവിടെ വണ്ടികളൊന്നും തിരക്കൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യുക, വേഗം എയർ അടിച്ചിട്ട് വിടാം. ഇതാണ് പിന്നെ ടയർ പഞ്ചറൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. പിന്നെ 40 ആട്ടോ നമ്മൾ അടിക്കുന്നത്. സാധാരണ 35 ഒക്കെയാണ്, പക്ഷെ നമ്മൾ 40 അടിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 അടിക്കുന്നുണ്ട്. 40 അടിക്കാനാണ് പറഞ്ഞത് കേട്ടോ. 35 ടയറിൻ്റെ നോർമൽ സ്ഥിതിയിൽ. പക്ഷേ 40 അടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ അമ്പൊക്കെ ചാടുമ്പോൾ ഇങ്ങനെ കുറയും കേട്ടോ. അപ്പോൾ അതിനായിട്ട് 40 അടിക്കുകയാണ് നല്ലത്. ഏകദേശം ഇപ്പോൾ ഇതിലുള്ളത് ഒറ്റ കുറവാണ് കേട്ടോ, 28 ഉള്ളൂ. ഞാൻ ഓഫ് റോഡ് പോയിന്നോ എന്നുള്ളത് അറിയില്ല, അപ്പോൾ ചിലപ്പോൾ കുറച്ചിട്ടുണ്ടാവും, അതായിരിക്കാം. എന്തായാലും ആയിക്കൊണ്ടിരിക്കുന്നു. 4 ടയറിലും കുറവ് തന്നെയാണ്.
അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. യെസ്, ഇനി അടുത്തത് ഈ സാധനം എടുക്കുന്നു, പോകുന്നു. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ഔട്ടോ. അപ്പം ഇനി നേരെ നമ്മൾ സാധനം എടുക്കുന്നു, പോകുന്നു കേട്ടോ. യെസ്, വണ്ടി നമ്മൾ നേരത്തെ സ്റ്റാർട്ടാക്കി ഇട്ടുകൊണ്ട് തന്നെ വണ്ടി ഹീറ്റാണ്. അപ്പം ഇനി നേരെ നമ്മൾ എന്താക്കിയാൽ മതി, സ്റ്റാർട്ടാക്കിയാൽ മതി. യെസ്, സീറ്റൊക്കെ കൊണ്ട് പോകുന്നു. അങ്ങനെ ചെങ്കളെ വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ച് വന്നപ്പോൾ മാഡം വിളിച്ചിട്ടോ. നമ്മൾ പിന്നെ നേരെ പോകുന്നത് ഡെൽമാ മാൾക്കാണ്. ഡെൽമാ മാളിൽ വന്ന് ഞാനവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ ഇവിടെ ഒന്നിക്കൽ പാർക്കിംഗ് ഇട്ടിട്ട് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ നമ്മൾ നേരെ വെയർമാർട്ട് ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് കറങ്ങി ഓഫറുകളൊക്കെ നോക്കലായിട്ട് പരിപാടി. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, ഇവിടെ നേരെ ഇറങ്ങിയിട്ട് മാളിൻ്റെ മുമ്പ് കൂടെ തന്നെ പോയിട്ട് ലാസ്റ്റ് നിന്ന് ആ റൈറ്റ് എടുത്തിട്ട് ബാക്ക് സൈഡിലായിട്ടാണ് വെയർമാർട്ട് വരുന്നത് കേട്ടോ. വെയർമാർട്ട് അബുദാബിയിൽ യുഎയിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ നല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ. നല്ലതല്ലാത്തതും ഉണ്ട്, പക്ഷെ നമുക്ക് നോക്കിയിട്ട് ആയിട്ടുള്ള ചെറിയ റേറ്റിൻ്റെ നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടാവും. തിരിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ലെഫ്റ്റ് സൈഡ് കണ്ടില്ലേ വെയർമാർട്ട്. അപ്പോൾ നേരെ അതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ടാണ് പാർക്ക് ചെയ്യട്ടോ. പാർക്കിങ് കിട്ടാനാണ് പാട്, എന്നാലും എവിടെയെങ്കിലൊക്കെ ആയിട്ട് കിട്ടും എന്ന പ്രതീക്ഷയിലാണ്. വണ്ടികളൊന്നും എടുക്കണതൊന്നും കാണുന്നില്ല, നോക്കാം. ചങ്കളെ അങ്ങനെ ഡെൽമാ മാളിലൊക്കെ പോയി. ഇന്ന് നമ്മളെ മേഡത്തിൻ്റെ അനിയത്തിൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബെനുജസ്റിമിലാണ്. ആ ലെഫ്റ്റ് സൈഡിൽ കണ്ട ബിൽഡിങ്ങാണ് BMൻ്റെ ഷോറൂം കേട്ടോ. അപ്പോൾ ബെനുജസ്റിമിൽ ഒരു ഇത് ആളുകൾക്ക്, അബുദാബിയിലുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. ഫെയർമെൻറ്റ് ഹോട്ടൽ വലിയ ഹോട്ടലാണ്. അവിടെ വെച്ചിട്ടാണ് ഒരുവിധം വെഡ്ഡിങ്ങുകളൊക്കെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാണ്ട വലുതാക്കിയിട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട് ഫെയർമെൻറ്റ് എന്ന് വൈറ്റ് കളറിൽ. അപ്പോൾ നമ്മൾ ആ ഹോട്ടലിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. അല്ലൈർ റോഡ് പിടിച്ച് മക്ത ബ്രിഡ്ജ് കഴിഞ്ഞ് ഫസ്റ്റ് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റൗണ്ട് അബൌട്ട് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന റൗണ്ട് അബൌട്ട് ക്രോസ് ചെയ്ത് ഫസ്റ്റ് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാട്ടത് ഫെയർമെൻറ്റ്. നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല അലങ്കരിച്ചിട്ട് നല്ലൊരു ഭംഗി തന്നെ, ലക്ഷറിയസ് ഫീലിങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. അതിനുള്ളിൽ കയറി ചെല്ലുമ്പോൾ നേരെ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. നമുക്ക് മെയിൻ എൻട്രൻസിൽ നമുക്ക് ഹോളിലേക്കാണ് പോകുള്ളത്. ഇത് ഹോട്ടലിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമുക്ക് നേരെ എന്ത് ചെയ്യേണ്ടത്, ഹോളിൻ്റെ അടുത്തോട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നേരെ അതായത് പിന്നെ ഇവിടെ ഫുള്ള് ലേഡീസിൻ്റെത് ഫങ്ഷൻ ഇവിടെയും, പിന്നെ ജെൻസിൻ്റെത് നേരെ ചെറുക്കൻ്റെ വീട്ടിലുമാണ് നടക്കൽ കേട്ടോ. ചെറുക്കൻ്റെ വീട്ടിൽ ചിലത് ഹോളിലൊക്കെ വെച്ചിട്ട് നടക്കും, പക്ഷേ ഇത് ചെറുക്കൻ്റെ വീട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ വിട്ടിട്ട് അങ്ങോട്ട് പോകട്ടോ. ഇതാണ് അതിൻ്റെ പാർക്കിംഗ് ആണ്. ഞാൻ ജസ്റ്റ് പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരികയാണ് കേട്ടോ. മെയിൻ എൻട്രൻസ് ആണ് ഈ. അങ്ങനെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടത്. അപ്പോൾ നമ്മളിനി നേരെ ഇവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും ഒരു ഹോട്ടൽ നോക്കണം. എന്തായാലും 12-12:30 ഇവിടെ പോസ്റ്റ് ചെയ്യാരം നേരെ ഇവിടെ കേട്ടോ. ഇങ്ങനെ എടുക്കണം, ഇതിൽ ബീഫ് എടുക്കുക, ഇങ്ങനെ എടുക്കുക. ചങ്കാള അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് ബെനുജസ്റിലാട്ടോ. ബെനുജസ്റിം അപ്പുറത്ത് കാണുന്നത് BMൻ്റെ ആ ബ്ലൂ കളറിൽ കാണുന്നതിൻ്റെ ആ സൈഡ് അത് BMൻ്റെ ഷോറൂമാണ് കേട്ടോ. ആ ബ്ലൂ കളർ റൗണ്ടായിട്ട് കാണുന്നുണ്ടല്ലോ, ഇത് അല്ലൈർ റോഡാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് നമ്മളെ ബേബി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വെയിറ്റിങ്ങിലാണ്, കട്ട പോസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും 12:30 ഒക്കെ ആവും. അപ്പോൾ അവിടുന്ന് ഫുഡ് പുറത്തുനിന്ന് ഞങ്ങൾ കഴിച്ച്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നാളെ ലീവിൽ പോവാണ്, ബേബി നാട്ടിൽ പോവാണ്. സങ്കടമുണ്ട്, പക്ഷേ എന്താ പറയുക, ഞാൻ നാട്ടിൽ പോകണം. അതായത് നാളെ നമ്മൾ ലീവിൽ പോവാണ്. ഇനി 2 ആഴ്ച ലീവിലാണ്. ഇവന് 24-ാം തീയതി പോവാണ്. സംഭവം
പോണത് ഇപ്പം എനിക്കൊരു സന്തോഷമുള്ള കാര്യം. കാരണം 2 കൊല്ലമായിട്ട് ഇപ്പം 2 കൊല്ലമായി. കാരണം ഓന് കുട്ടീനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ കുട്ടീനെയൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം വൈഫ് വയറ്റിലുള്ള ടൈമിലാണ് അങ്ങോട്ട് വന്നത്. എന്തായാലും കുട്ടീനെ കാണാനൊക്കെ പോണൊരു ഇതിലാണുള്ളത്. പിന്നെ അത് മാത്രമല്ല പിന്നെ ഇന്നതാ ലാസ്റ്റ് മീറ്റാണ്. ഇനി ഞാൻ അവിടെ ആയിരിക്കും ലിവിലാവുമ്പോൾ പോണ ദിവസം. സംഭവം ഒരു വിഷമമൊക്കെ ഉണ്ട് പോകുമ്പോൾ. പക്ഷേ എന്താ വെച്ചാൽ നമ്മളങ്ങനെ എന്താ പറയുക അങ്ങനെ ഇടവഹിക്കണതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഒന്നൊരു സന്തോഷമാണ്. നാട്ടിലേക്കല്ലേ എന്നുള്ള രീതിയിലുള്ളൊരു സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 ദിവസം നാട്ടിൽ, അത് കഴിഞ്ഞാൽ വീണ്ടും പ്രവാസത്തിലേക്ക്, അങ്ങനെയൊക്കെ കേട്ടോ. എന്തായാലും അവനോട് നമ്മൾ ഇവിടുന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പിരിയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ.